ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പുളിശ്ശേരിയാണ്. കുമ്പളങ്ങ കൊണ്ടാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങയുടെ ഒരു പകുതി എടുത്തു. അത് നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഒരു മൺചട്ടിയിൽ അരിഞ്ഞു വെച്ച കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ച പച്ചമുളകാണ്. ഇനി നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് അരപ്പ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് ജീരകവും പച്ചമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ അരപ്പ് വെന്ത് കഴിഞ്ഞ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. തൈര് ജാറിലിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉലുവ, ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എന്നിവയാണ് എടുത്തത്. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്തു. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് പുളിശ്ശേരിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കുമ്പളങ്ങ പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.